full amount finance കൊടുക്കും. Zero down payment. Zero down payment മിക്ക ഒരുപാട് വണ്ടികൾ സീറോ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. സീറോ ഡൗൺ പേയ്മെന്റ് ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട്. ഓക്കെ, ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിക്കകത്തെല്ലാം വിലയോ കാര്യങ്ങളോ നിങ്ങൾ പ്രശ്നമാക്കണ്ട. വില കൂടി പോയെന്ന് പറയാൻ വേണ്ട. വണ്ടികൾ വന്ന് കാണുക, അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. കാട്ടാക്കടയാണ് മോഡൽ കണ്ട. CC കൂടിയ വണ്ടി വാങ്ങിയിട്ട് വിൽക്കുകയാണ്, നിങ്ങൾ അത് എടുക്കാനും നിൽക്കുകയാണ്. ഞങ്ങൾ അത് എടുത്തിട്ട് വീണ്ടും വിൽക്കാൻ നിൽക്കുകയാണ്. മാക്സിമം എമൗണ്ട് കുറച്ച് ഒരു വണ്ടി വന്ന് നോക്കിയിട്ട് അവർ വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് ഈ വണ്ടിക്കകത്ത് ഏതെങ്കിലും ഒരു അപാകത ഉണ്ട് അതും ചെയ്ത് ക്ലിയർ ചെയ്ത് വാറന്റിയോട് കൂടി നമുക്ക് കൊടുക്കാം. ഫുൾ ഫിനാൻസ് വേണമെങ്കിൽ ഒരു 5000 കാണും കൈ വാങ്ങിച്ചോണ്ടെങ്കിൽ പോവുകയും ചെയ്യാം. ഇതും ഒരു 5 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ട. സീറോ വെറും 4000 കിലോമീറ്റർ ഓടിയ സ്പ്ലെൻഡർ, വെറും 4000 കിലോമീറ്റർ 10-12 കുറച്ചല്ലോ ഒറ്റടിക്ക്. അതൊക്കെ ഓഫർ പ്രൈസ് മാക്സിമം റേറ്റുകൾ കുറച്ചിടാം. RC 125 2020 മോഡല് നല്ലൊരു ഓഫർ ഉണ്ട്. നിങ്ങൾ വില കൂടുതലാന്നുള്ള കമന്റ് ഇടിയാ വേണ്ട. നിങ്ങൾ വേണ്ടവരാണെങ്കിൽ വണ്ടി വേണ്ടവരാണെങ്കിൽ ഇവിടെ വരും. ഞാൻ തന്നില്ലെങ്കിൽ നിങ്ങൾ കയറി കമന്റ് ഇട്ടു അവിടെ പോയിട്ട് വില കൂടുതലാണെന്ന്. 3 DO വരുമ്പോൾ 2022, 2021, 2019 BS4 നോക്കുന്നവർക്ക് നല്ല ക്ലീൻ വണ്ടി. 7740 കിലോമീറ്റർ 2024 വണ്ടി. പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർ നേരെ കഴിഞ്ഞ് പോലെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, കൊല്ലം ജില്ല കരുനാഗപ്പള്ളി പുത്തൻതെരുവിലുള്ള എംറേഡേഴ്സ് എന്ന പ്രീ ഓൺഡ് യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഗൈസ് ഞാൻ ഉള്ളത്. നമ്മുടെ സ്വന്തം നൗഷാദിക്കയുടെ ഷോപ്പ്. ഏകദേശം കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരു 3-4 മാസത്തിന് ശേഷമാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, പുള്ളി കുറച്ച് തിരക്കിലായിരുന്നു, നമ്മളും തിരക്കിലായിരുന്നു അല്ലേ. ഞാൻ കുറച്ച് ചെറിയ പരിപാടികൾ, ഒരു വീടിന്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. ചെറിയൊരു വീട് വെക്കാൻ വേണ്ടി ഇറങ്ങി. അത് പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരാളിനെ ഏൽപ്പിച്ചു ഇവിടുന്ന് മാറാതിരിക്കാൻ വേണ്ടി. പക്ഷെ അത് കറക്റ്റ് ആയില്ല. അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കസ്റ്റമേഴ്സിനും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത്. നമുക്ക് വീഡിയോയുടെ ഇടയ്ക്ക് നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്കും വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിപ്പം ഫുൾ ആയിട്ട് ഇവിടെ ചാർജ് ആയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പറ്റി എന്താണെന്നെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം അറിയണം, നമ്മുടെ പ്രേക്ഷകർ അറിയണം. അതെല്ലാം അവരുടെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് അന്നേരം വണ്ടികൾ കാണിച്ച് പോയിട്ട് ഇടയ്ക്കൂടെ കാര്യങ്ങൾ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് മാക്സിമം ചെയ്യാം. ഷോർട്ടേജ് ഉണ്ട്, അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉള്ള വണ്ടികൾ വെച്ചിട്ട് നമ്മൾ അങ്ങനെ വീട് ഇപ്പൊ തൽക്കാലം ചെയ്യാണ്. അപ്പൊ പൂർവാധികം ശക്തിയോടെ എംബ്രോയിഡേഴ്സ് തിരിച്ചു വരികയാണ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം CT 110X അല്ലേ, അതേ 110X വരുമ്പോൾ 2022 മോഡല്. 2022 മോഡൽ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ നിന്ന് ഒരു 50,000 രൂപയ്ക്ക് ഫൈനൽ നമുക്ക് ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിക്കകത്തെല്ലാം വിലയോ കാര്യങ്ങളോ നിങ്ങൾ പ്രശ്നമാക്കണ്ട. വില കൂടി പോയെന്ന് പറയാൻ വേണ്ട. വണ്ടികൾ വന്ന് കാണുക, അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അടുത്തത് വരുന്ന 2021 മോഡൽ വണ്ടി തന്നെ. ഇതൊക്കെ വരുമ്പോഴത്തേനും ഒരു 42 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത വരുന്നത് പാഷൻ പ്രോ 2021, 22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാ. ഇതൊക്കെ വരുമ്പോൾ ഒരു 58 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. വണ്ടിയുടെ ക്വാളിറ്റി കൂടെ കാണിച്ചേക്കണം. പിന്നെ ഇവിടെ വന്ന് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാക്സിമം. എല്ലാ വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ മിക്കവാറും വരുന്ന ഈ വലിയ വണ്ടികളെല്ലാം ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. കാരണം നമ്മുടെ ഷോറൂമിന്റെ പേരിലോട്ട് മാറ്റണം. നമുക്കിപ്പോ ലൈസൻസ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിപ്പം RTOയുടെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഓതറൈസേഷൻ ആയിട്ടുള്ള നമ്മളൊരു അംഗീകൃത ഡീലർ ആയിട്ടുണ്ട്. എല്ലാം കിട്ടിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അടുത്ത വരുന്ന സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന വണ്ടിയാണ്. 2018, 19 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1.15 ആ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞോട്ട് എല്ലാ വണ്ടിക്കകത്തും നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഡൗൺ പേയ്മെന്റ് വരും. ഡൗൺ പേയ്മെന്റ് ഇതിന് വരുമ്പോഴത്തേനും ഒരു 10 രൂപ 10,000 ഡൗൺ പേയ്മെന്റ് ഒക്കെ ചെറിയ മതി. നമുക്കിപ്പം മാക്സ് വാല്യൂവിന്റെ ഫിനാൻസ് ഉണ്ട്, IDFCയുടെ ഫിനാൻസ് ഉണ്ട്. എത്രയായിരം കൊണ്ട് കൊടുക്കാൻ പറ്റും? അതൊക്കെ നമുക്കൊരു ഒരു ദിവസം അല്ലെ 1.5 ദിവസം മാക്സിമം. ഇരിക്കണ്ടല്ലോ. NS ഇത് വരുമ്പോൾ 125 2021 മോഡല് നല്ല ഷോറൂം കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന വണ്ടിയാ. ഇതൊക്കെ വരുമ്പോഴത്തേനും ഒരു 78 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്തു. ഏകദേശം ഫുൾ എമൗണ്ട് ഫിനാൻസും കൊടുക്കും. സീറോ ഡൗൺ പേയ്മെന്റ് മിക്ക ഒരുപാട് വണ്ടികൾ സീറോ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. സീറോ ഡൗൺ പേയ്മെന്റ് ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട്. അപ്പൊ ഇതാണെങ്കിലോ ഇത് വരുമ്പോൾ 2020 200 വരുമ്പോഴത്തേനും നമുക്ക് ഒരു 82,000 രൂപയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. 2020 മോഡൽ വണ്ടിയാണ്. പൾസർ 150 വരുമ്പോൾ 2018 മോഡല്. ഇത് വരുമ്പോൾ നമുക്ക് ഒരു 42 രൂപയ്ക്ക് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 20 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ക്ലാസിക് വരുമ്പോ നമ്മുടെ കാട്ടാക്കടയാണ് മോഡൽ കണ്ട. അതെ, കാട്ടാക്കട തന്നെ സാധനം. പിള്ളേര് CC കൂടിയ വണ്ടി വാങ്ങിയിട്ട് വിൽക്കുകയാണ്, നിങ്ങൾ അത് എടുക്കാനും നിൽക്കുകയാണ്. ഞങ്ങൾ അത് എടുത്തിട്ട് വീണ്ടും വിൽക്കാൻ നിൽക്കുക. കാട്ടാക്കട വണ്ടി ഉണ്ടാവും. 74 കാട്ടാക്കട. ഇത് വരുമ്പോൾ 2019 ഡ്യുവൽ ABS വരുന്ന മോഡൽ വണ്ടി. ഇത് വരുമ്പോഴത്തേനും നമുക്ക് 1,18,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ റേറ്റ് ആയത്. ഡ്യുവൽ ഡിസ്ക് വരുന്ന വണ്ടിയാ. 2019 1,28,000 രൂപ നമ്മൾ ഇട്ടേക്കുന്ന വണ്ടിയാണ്. 10,000 രൂപ ഡിസ്കൗണ്ട് കാട്ടാക്കട വണ്ടി കേട്ടോ. 1,18,000 രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടി പേരിലോട്ട് മാറ്റി കൊടുക്കും.
ഏകദേശം 1 ലക്ഷം രൂപ പുറത്ത് നമുക്ക് ഫിനാൻസിങ് കിട്ടും. ഒരു 15 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നു. 15 രൂപ 20 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് വണ്ടി എടുക്കാം. 2020 പ്ലാറ്റിന 2020 പ്ലാറ്റിന കൊടുക്കാം നമുക്ക് 40,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 40,000 രൂപ കൊടുക്കാം. 40,000 രൂപയ്ക്ക് പുറത്ത് പോയിട്ട് അകത്തേക്കോണോ അകത്ത് പോയിട്ട് പുറത്തേക്കോണോ? നമുക്ക് ഇതിന്റെ ബാക്കിൽ കുറച്ച് വണ്ടി ഉണ്ട്, അത് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് മൊത്തം കാണിച്ചിട്ട് ബാക്കിലോട്ട് പോകാം. എല്ലാം ഒരേപോലത്തെ വണ്ടികൾ തന്നെ ആയിരിക്കും. അകത്തേക്ക് വരുമ്പോൾ കുറച്ച് മോഡലൂടെ വണ്ടികളും കാര്യങ്ങളും ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതാണ് വെയിലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് സംസാരിക്കാൻ. അപ്പൊ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വീട് പണിയുടെ പ്രശ്നമായിട്ട് നമ്മൾ ഇവിടുന്ന് മാറി നിന്നപ്പം നമ്മൾ ഒരാളില്ലാത്തതിന് പകരം 3 പേരെ ഇവിടെ നിയമിച്ചിട്ടാ പോയത്. കോൾ അറ്റൻഡ് ചെയ്യാനായാലും വരുന്ന കസ്റ്റമറെ പക്കായിട്ട് ഡീൽ ചെയ്യാനും നമ്മൾ ചെയ്യുന്നോട്ട് തന്നെ ഡീൽ ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ നിർത്തിയിട്ട് പോയതാണ്. പക്ഷെ അവർ ഈ പരിപാടികളൊന്നും ചെയ്തില്ല, കോളുകൾ അറ്റൻഡ് ചെയ്തില്ല. ഇപ്പൊ സർവോപരി വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് വളരെ മോശമായിട്ടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞാൽ എന്റെ കസ്റ്റമറുടെ അടുത്ത് ഞാൻ വരുമ്പോൾ അവർ ഈ ഡോറിന്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്ന് കാര്യങ്ങൾ സംസാരിച്ച് അവരെ സ്വീകരിച്ചോണ്ട് ഇവര് നമ്മളെ ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കെ പോലും ചെയ്യാതെ ഒരുപാട് കസ്റ്റമർ എന്നെ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞ് എന്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ച് പറഞ്ഞ് എല്ലാം നമ്മൾ അറിയാവുന്ന കസ്റ്റമേഴ്സ് തന്നെയല്ലേ വരുന്നത്, വണ്ടി എടുക്കുന്നവർ തന്നെയല്ലേ പിന്നെ വരുന്നത്. അന്നേരം അവർക്ക് എന്റെ നമ്പറുകളും കാര്യങ്ങളും ഉണ്ട്. അവർ ഡയറക്റ്റ് എന്നെ വിളിച്ച് ഇങ്ങനെയുള്ള സ്റ്റാഫുകളെ ഇരുത്തരുത് എന്നുള്ള കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ആദ്യം ഞാൻ ചെയ്തത് വീട് പണി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ മാസം 11-ാം തീയതി വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഫസ്റ്റിലെ വന്നിട്ട് ഈ ആൾക്കാരെല്ലാം ഒഴിവാക്കലാണ് ആദ്യം ചെയ്തത്. ഒഴിവാക്കി നമ്മുടെ കംപ്ലൈന്റ് പറഞ്ഞ കസ്റ്റമേഴ്സിനെ എല്ലാം ഡയറക്റ്റ് വിളിച്ച് അവരുടെ അടുത്ത് ക്ഷമ പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് ഇപ്പം നമ്മളില്ല സീറോയിൽ നിന്ന് വീണ്ടും വരുന്നത് കൂട്ട് വരുവാ. കാരണം ഞാൻ 9 മാസത്തോളം ഇവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നുപോയി. കാരണം വീട് പണി വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റാതായി, പിന്നെ ഡയറക്റ്റ് നിന്ന് ചെയ്യേണ്ട അവസ്ഥ. അതിനകത്ത് ഇറങ്ങി തിരിച്ചും പോയി താമസിക്കാൻ വീടില്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് പണിയേണ്ട അവസ്ഥയും വന്നു. അങ്ങനെ പറ്റിപ്പോയി. അത് ഞാൻ എല്ലാവരുടെ അടുത്തും താഴ്മയായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരത്തില്ല. കാരണം കസ്റ്റമർ സർവീസിനകത്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു വരുത്തി ചെയ്ത് കൊടുക്കുന്ന അതിനകത്ത് വന്ന കസ്റ്റമേഴ്സിന് അടുത്ത് അത് ചെയ്ത് കൊടുക്കാതെ പിന്നെ രണ്ടാമത് ഞാനിപ്പോൾ വന്നതിന് ശേഷം അത് വിളിച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു ചെറിയൊരു കംപ്ലൈന്റ് വന്നാൽ പോലും അവിടെ വന്ന് ശരിയാക്കി കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ എടുത്ത കസ്റ്റമേഴ്സിന് അടുത്ത് ആർക്ക് വേണം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ക്യാഷ് അയച്ചു കൊടുത്തിട്ടാലും ചെയ്യുന്നതാണ്. പിന്നെ ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾ രാത്രി 1 മണിക്ക് വിളിച്ചാണ് ഞാൻ എടുത്തോണ്ടിരുന്നത്. അതിനുവേണ്ടി ഒരാളിനെ സെപ്പറേറ്റ് ശമ്പളത്തിന് ഇരുത്തിയിട്ട് പോലും അവർ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഒരു 100 കോൾ വരുമ്പോൾ ഒരു 20 കോൾ പോലും അറ്റൻഡ് ചെയ്യാത്ത ഒരു ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്യാതിരിക്കത്തില്ല. ഒരു കോളെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞാൻ എന്റെ കയ്യിൽ ഡയറക്റ്റ് ഞാൻ ഫോൺ എന്റെ കയ്യിൽ തന്നെ ആക്കിയിട്ടുണ്ട്. വേറെ ആരും അതിന് വേണ്ടി ഇരുത്തുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഡയറക്റ്റ് ഞാൻ തന്നെ ഫോൺ എടുത്ത് നിങ്ങളുടെ ഒരു കുഴപ്പമില്ല. നമുക്ക് അതാണല്ലോ വലുത്. നമ്മുടെ പ്രസ്ഥാനം കഴിഞ്ഞിട്ട് നമ്മുടെ കസ്റ്റമർ കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ. വിളിക്കുന്ന കസ്റ്റമർക്ക് അറിയത്തില്ല ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തൊരു വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ്, ഇത്ര കിലോമീറ്റർ ഓടി ഇത്രാമത്തെ ഓണർഷിപ്പാണ്, നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് വരയ്ക്ക് തരാൻ പറ്റും, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നേ. ഇവര് വിളിക്കുമ്പോൾ ഞാൻ എടുത്തിട്ടാലോ വണ്ടി ഉണ്ടോ, ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല, പറയുക വെക്കുക, വേറൊന്നുമില്ല, വേറൊരു കാര്യം കൺവേർട്ടിംഗ് ഇല്ല. ഒരു നമ്പർ വിളിച്ച് എഴുതി വെച്ചിട്ട് തിരിച്ച് ഫോളോ. നമ്മുടെ ഈ കട മാത്രമൊന്നും അല്ല, ഈ ലോകത്ത് എല്ലായിടത്തും കടകളുണ്ട്. നമ്മൾ തന്നെ വന്ന് എടുക്കണമെന്ന് ആർക്കും നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ആ ഡീലിങ്ങും കാര്യങ്ങളും കൊണ്ട് ആൾക്കാർ ഇവിടെ വരുന്നത്. അന്നേരം നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അത്യാവശ്യം നല്ല കച്ചവടം ഉള്ളതും അതുകൊണ്ട് തന്നെ. ഇപ്പൊ നമ്മൾ വന്നിട്ട് വീഡിയോ ചെയ്യാൻ തന്നെ ഡിലേ ആയി. ഞാൻ ഈ 11-ാം തീയതി വന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല സെയിലായി. നല്ല സെയിലായപ്പോഴത്തേക്ക് നമുക്ക് വണ്ടി സ്റ്റോക്ക് കയറ്റി വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ 100-150 വണ്ടി വെച്ച് വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പം വന്ന വണ്ടികൾ വെച്ച് ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഏകദേശം ഒരു 10-70 വണ്ടിക്ക് അടുത്ത് ഉള്ളൂ. ആ 70 വണ്ടി വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാന്നുള്ള ഒരു ധാരണയില്ല നിങ്ങൾ വരാൻ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇടയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. എന്റെ പ്രേക്ഷകരോട് ഒന്നാമത്തെ കാര്യം എനിക്ക് അവരുടെ അടുത്ത് മാപ്പ് പറയണം. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. നമ്മളപ്പോ പൂർവ്വാധം ശക്തിയോടെ എംബ്രോയിഡേഴ്സ് തിരിച്ചു വന്നേക്കാണ്. അപ്പൊ ആള് പറഞ്ഞ പോലെ ഇനി ആരെങ്കിലും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോ, നമ്മൾ തിരിച്ച് സെറ്റ് ആക്കി തരുന്നത് ഉറപ്പായിട്ടും. 2 ഫോണും ഇപ്പൊ എന്റെ തന്നെ ഉണ്ട്. 2 നമ്പർ നിങ്ങൾക്ക് വിളിക്കാം. എപ്പോൾ വേണമെങ്കിലും വാട്സപ്പിലായാലും. വാട്സപ്പിൽ വിളിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം ഫോട്ടോ ഇടാൻ പറ്റിയില്ലെങ്കിലും, കാരണം ഞാൻ ചിലപ്പോൾ എവിടെ പോകുമ്പോൾ ഈ ഫോൺ നേരത്തെ ഇവിടെ ഇരുന്നുകൊണ്ട് ടൈമിന് ഫോട്ടോ ഇടുവായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ ചിലപ്പം ഇവിടെ വന്നിട്ടായിരിക്കും ഫോട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത്ര ഒരു ഡിലേ വരും, അത് മാത്രമേ വരത്തുള്ളൂ. താമസം വരും. നമുക്ക് വണ്ടിയിലേക്ക് കിടക്കാം. R15 ഇരിക്കുന്നുണ്ടല്ലോ, R15 V4 2024-25 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി, വെറും ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു ഏകദേശം ഫുൾ ഫിനാൻസിൽ 1,55,000 രൂപയ്ക്ക് മാക്സ് വാല്യൂന്റെ ഫിനാൻസ് ചെയ്യുവാണെങ്കിൽ ഫുൾ എമൗണ്ട് ഫിനാൻസ്. സ്പെഷ്യൽ എഡിഷൻ വൈറ്റ് കളർ ക്ലീൻ പീസ് വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടി എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ നിന്ന് എടുത്തോണ്ട് പോകുന്ന കൂട്ടം പോയാൽ മതി. വേറെ ഒരു കാര്യങ്ങൾ അതിനകത്ത് നോക്കാം. അടുത്ത NS200 2018 വണ്ടിയാണെങ്കിൽ നമ്മൾ ആ കാണിച്ച 2020 വണ്ടിയെക്കാളും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു ഫൈനൽ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 78 രൂപയ്ക്ക് ഇല്ല, നമുക്കൊരു 78 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി 78 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുന്നു. അടുത്ത 2021 അവഞ്ചർ ഈ പറഞ്ഞ കൊണ്ട് നല്ല ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ നല്ല വർത്തായിട്ടുള്ള ഒരു വണ്ടി, നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്കൊരു 69,000 രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്കാണെങ്കിൽ നമുക്കത് സ്പെഷ്യൽ ഓഫർ. നമ്മൾ 76,000 രൂപ ഇട്ടേക്കുന്ന വണ്ടിയാണ്. നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്താൽ കൊടുക്കും. കാരണം ഇപ്പോൾ നമുക്കറിയാം
ചില ആൾക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് 2 ഹെൽമെറ്റ് കിട്ടി അവിടുന്ന്. 2 ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ 300, 600 അല്ലെ 400, 800 രൂപയുടെ കാര്യമുള്ളൂ. 800 രൂപയ്ക്ക് വേണമെങ്കിൽ എനിക്ക് 2 ഹെൽമെറ്റ് കൊടുക്കുക. ഈ റേറ്റ് കുറച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ല ഈ വിലയ്ക്ക് എടുത്തുകൊണ്ട് 76,000 രൂപയ്ക്ക് കൊടുത്തിട്ട് 2 ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കാം, ഒരു ടാങ്കിനകത്ത് ഒരു കന്നാസിനകത്ത് മാറ്റി കൊടുക്കാം, പിന്നെ 2 ഹെൽമെറ്റും കൊടുക്കാം. അതൊന്നും കൊടുക്കുന്നില്ല. മാക്സിമം എമൗണ്ട് കുറച്ച് ഒരു വണ്ടി വന്ന് നോക്കിയിട്ട് അവർ വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് ഈ വണ്ടിക്കകത്ത് ഏതെങ്കിലും ഒരു അപാകത ഉണ്ട് അതും ചെയ്ത് ക്ലിയർ ചെയ്ത് വാറന്റിയോട് കൂടി നമുക്ക് കൊടുക്കാം. സ്പോർട്സ് വണ്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടിക്കും വാറന്റി ഉണ്ട്. സ്പോർട്സ് വണ്ടികൾക്ക് നമുക്കിപ്പോൾ വാറന്റി നമ്മൾ കൊടുക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന പയ്യന്മാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിന് വാറന്റി കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് NS200, RC അങ്ങനെയൊക്കെയുള്ള വണ്ടികൾക്ക് നമ്മൾ വാറന്റി കൊടുക്കുന്നില്ല. ബാക്കി എല്ലാ വണ്ടികളും നമ്മൾ ഇവിടെ അവർക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം, ഷോറൂമിൽ കാണിച്ചിട്ട് എടുത്തുകൊണ്ട് പോവാം. ഏത് വണ്ടികൾ വേണമെങ്കിലും ഷോറൂമിൽ കൊണ്ടുപോയി കാണിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുത്തുകൊണ്ട് പോവുക. സ്പോർട്സ് വണ്ടികൾ എടുക്കാൻ വരുവാണെങ്കിൽ. അല്ലാത്ത വണ്ടികൾക്കെല്ലാം ആദ്യത്തെ 10 ദിവസം ചെക്കിംഗ് വാറന്റി. ചെക്കിംഗ് വാറന്റി എന്ന് പറയുന്നത് A to Z ഒരു ബൾബ് ആണെങ്കിൽ പോലും അതിന് വാറന്റി, ബമ്പർ ടു ബമ്പർ 10 ദിവസം വാറന്റി. അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം മുതൽ 5 മാസം വരെ നമുക്ക് എഞ്ചിന് വാറന്റി. അത് കഴിഞ്ഞാൽ സ്പോർട്സ് വണ്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞോട്ട് RC ഒക്കെ 14,000 കിലോമീറ്റർ, വെറും 14,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2021 മോഡല് 125 വണ്ടി, 2021 മോഡൽ വണ്ടി. ഇത് വരുമ്പോഴും നമുക്ക് ഏകദേശം ഒരു ഫുൾ എമൗണ്ട് ഫിനാൻസ് കൊടുക്കാം. നമ്മൾ ഇട്ടേക്കുന്ന വില 1.38 ഫൈനൽ പ്രൈസ് ആണ്. അതിനകത്ത് നമുക്ക് 1,29,000 രൂപയ്ക്ക് നമുക്ക് ഫുൾ എമൗണ്ട് ഫിനാൻസിൽ ചിലപ്പോൾ ഒരു 3,000 രൂപയ്ക്ക് അടച്ചാൽ മതിയായിരിക്കും. 1,25,000 രൂപ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3,000 രൂപ 5,000 രൂപ ഉണ്ടെങ്കിൽ RC ഒക്കെ നമുക്ക് എടുത്തോണ്ട് അതൊരു പുതിയ വണ്ടിയുടെ കണ്ടീഷൻ വെറും 14,000. മെറ്റിയോർ വരുമ്പോൾ 2020 മോഡൽ വണ്ടി, 2020 മോഡൽ വണ്ടിയൊക്കെ നല്ല അഡാർ ഓഫറിനകത്ത് ഇട്ടിരിക്കാം. 1,15,000 രൂപ വിത്ത് ഫുൾ ഫിനാൻസ്. 1,15,000 വിത്ത് ഫുൾ ഫിനാൻസ് വേണമെങ്കിൽ 5,000 കാണും കൈ വാങ്ങിച്ചോണ്ടെങ്കിൽ പോവുകയും ചെയ്യാം. 1,25,000 ഫിനാൻസുകാർ തരുന്ന വണ്ടിയാണ്. പേര് മാറൽ ഇച്ചിരി അർജന്റ് ആയതുകൊണ്ട് അത്രയും ഞാനൊരു വില അറേഞ്ച് ചെയ്തിട്ട് 2020 മോഡൽ വണ്ടി 1,15,000 രൂപ ഫുൾ ഫിനാൻസ് വേണ്ടവർക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അടുത്ത വരുന്ന 2021-22 മോഡൽ RS200. ഇത് വരുമ്പോഴും നമുക്ക് ഒരു 1,25,000 നമുക്ക് ഫൈനൽ കൊടുക്കാം. ഏകദേശം ഫുൾ ഫിനാൻസും കൊടുക്കാം. ഏകദേശം അല്ല, അത് ഫുൾ ഫിനാൻസ് കൊടുക്കാം. ഫുൾ ഫിനാൻസ് ചാകരയാണോ? ഫുൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സ് വാലിന്റെ ഉണ്ട്. അവർക്ക് ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ്, കരമടച്ച രസീത്, അതായത് ലാൻഡ് ടാക്സ് ഇപ്പൊ ആരുടെ പേരിലാണോ ഉള്ളത്. ഇപ്പൊ വണ്ടി എടുക്കുന്നത് വേണമെങ്കിൽ മോന്റെ പേരിൽ എടുക്കാം, അമ്മയുടെ പേരിലാണ് ലാൻഡ് ടാക്സ്, അല്ല അച്ഛന്റെ പേരിലാണ്, അച്ഛന്റെയും കൂടെ അവരെ ഗ്യാരണ്ടർ വെച്ചോണ്ട് അവരുടെയും കൂടെ ആധാർ കാർഡ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ഒരു ദിവസം മാക്സിമം കിട്ടുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പക്കായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് വിടാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ലാൻഡ് ടാക്സ് ഇല്ലാത്തവർക്ക് കൊടുക്കാമല്ലോ. ലാൻഡ് ടാക്സ് ഇല്ലാത്തവർക്ക് നമുക്ക് IDFCയുടെ ഫിനാൻസ് ചെയ്യാം. അതാകുമ്പോൾ ആധാർ കാർഡും പാൻ കാർഡും മാത്രം ഡൗൺ പേയ്മെന്റ് കൂടുതൽ ഇച്ചിരി അടക്കേണ്ടി വരും. അവർക്ക് ഇച്ചിരി ഫണ്ടിങ് കുറവാണ്. നമ്മൾ ഫണ്ടിങ് കുറച്ച്, അതായത് ഡൗൺ പേയ്മെന്റ് കുറക്കണ കേസാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ കരമടച്ച സീറോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആധാർ കാർഡ്, ഈ കരമടച്ച റെസിപ്റ്റ് മസ്റ്റ് ആയിട്ടും വേണം. അതായത് മാക്സ് വാലിന്റെ ചെയ്യണമെങ്കിൽ കരമടച്ച റെസിപ്റ്റ്. അതായത് വണ്ടി തരുമ്പോ അവർക്കൊരു ഉറപ്പുണ്ട്. അത്രേ ഉള്ളൂ. അതല്ലാതെ വേറൊരു ഓപ്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. 1,25,000 വരെ 1,25,000 രൂപ വരെയുള്ള വണ്ടികൾ എടുക്കണമെങ്കിൽ അവരുടെ ഓഫീസിൽ 4 ഗ്രാമിന്റെ സ്വർണം നമ്മൾ പണയം പോലെ വെക്കാം. പണയത്തിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, സ്വർണത്തിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതാകുമ്പോൾ വേറെ ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട, സിബിൽ ഇഷ്യൂ ഇല്ല, സിബിൽ പ്രശ്നങ്ങളൊന്നും നോക്കത്തില്ല. അല്ല സൗവർണിക അല്ലയോ? അങ്ങനല്ലേ? പുതിയ സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. അന്നേരം 4 ഗ്രാമിന്റെ സ്വർണ്ണം അവിടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1,25,000 രൂപ വരെയുള്ള വണ്ടികൾ എടുക്കാം. അതിന് ലാൻഡ് ടാക്സ് വേണ്ട, സിബിൽ നോക്കത്തില്ല, വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എപ്പോ ഇതിന്റെ ഫിനാൻസ് ക്ലോസ് ആവുന്ന ആ സമയത്ത് ആ സാധനം റിട്ടേൺ എടുക്കുകയും ചെയ്യും. അതിന് ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല, എടുക്കുന്ന പൈസക്ക് മാത്രമേ ഇൻട്രസ്റ്റ് വരുന്നത്. സ്വർണ്ണത്തിന് വില കൂടിയോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ ലാൻഡ് ടാക്സിന്റെ പ്രശ്നങ്ങൾ കുറെ വന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ അവരുടെ മാനേജറൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവർ പറഞ്ഞതാണ്. ലാൻഡ് ടാക്സ് മിക്കവാറും ഉള്ളവർക്കൊന്നും ലാൻഡ് ടാക്സ് എടുക്കാൻ കാണത്തില്ല. ചിലപ്പോൾ അമ്മയുടെ ഒക്കെ പേരിലായിരിക്കും. 80-85 വയസ്സൊക്കെ ആകുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഇങ്ങനെ 1,25,000 രൂപ വണ്ടി എടുക്കുന്നതിന് വേറെ ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട, ആധാർ കാർഡും ഈ ഒരു 4 ഗ്രാമിന്റെ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്. നിങ്ങൾക്ക് വേണ്ടി വണ്ടി തരാൻ വേണ്ടി പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. എല്ലാവരും വണ്ടി ഓടിക്കണ്ടായോ? എല്ലാവരും വണ്ടി ഓടിച്ചത് തിരിച്ചടക്കണോട്ടാ അല്ലേ? 2022-23 രജിസ്ട്രേഷനുള്ള ജിക്സർ SF15 ഇത് വരുമ്പോഴത്തേനും നമ്മളൊരു ഓഫർ പ്രൈസിനകത്ത് ഇട്ടിരിക്കുന്ന 1,10,000 രൂപ വിത്ത് ഫുൾ ഫിനാൻസ്. ഏകദേശം ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. 1,10,000 നമുക്ക് 2022-23 ജിക്സർ SF നമുക്ക് കൊടുക്കാം. ഏകദേശം ഫുൾ ഫിനാൻസ് 5 രൂപ അടക്ക് അല്ല, മാക്സിമം പൈസ അടച്ചിട്ട് എടുക്കണം. 5 എന്നല്ല, നമ്മുടെ ചിലപ്പോൾ 50,000 അടയ്ക്കാനുണ്ട്, 50,000 അടച്ചിട്ടേ എടുക്കാവൂ. ഫിനാൻസ് എടുക്കുമ്പോൾ നമുക്ക് അന്നേരം ഇൻട്രസ്റ്റിനകത്തൊക്കെ നല്ല വ്യത്യാസങ്ങൾ വരും. നല്ല രീതിയിൽ മാക്സിമം നമുക്ക് അടയ്ക്കാൻ പറ്റും. കാരണം ഇത് എടുത്തിട്ട് ഒരു കാര്യങ്ങളൊന്നും മുടങ്ങിപ്പോയാൽ പിന്നെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയാന്നുണ്ട്, ഈ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2,90,000 രൂപ ഫിനാൻസ് ക്ലോസ് ചെയ്ത് വന്നപ്പോൾ വന്ന വണ്ടിയാണ്. അപ്പൊ കസ്റ്റമർക്ക് 2,90,000 രൂപ പോലും ഇടയ്ക്കൊക്കെ മുടക്കിയൊക്കെ അടച്ചതിന്റെ പേരിൽ 2,90,000 രൂപയോളം ഈ വണ്ടി ക്ലോസ് ചെയ്തപ്പോൾ വന്ന വണ്ടിയാണ്. മൊത്തത്തിൽ നഷ്ടങ്ങളാണ്. നമ്മളിപ്പോ 1,55 കൊടുക്കാൻ പറ്റില്ല. ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വെറും ലോ കിലോമീറ്റർ
ഫുള്ള് കാര്യങ്ങൾ വണ്ടി നഷ്ടമാവുകയും ചെയ്ത് കയ്യിൽ പിന്നെ പൈസ പോയി. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. മുടങ്ങാതെ കാര്യങ്ങൾ അടയ്ക്കണമെങ്കിൽ നമ്മൾ മാക്സിമം ഒരു ഇച്ചിരി ഡൗൺ പേയ്മെന്റ് ഒക്കെ ആദ്യം അടയ്ക്കാമെങ്കിൽ ഇൻട്രസ്റ്റിനകത്തൊക്കെ നല്ല വ്യത്യാസങ്ങൾ. അടുത്ത റേസ് എഡാർ വരുമ്പോൾ 2 വണ്ടി ഇരിപ്പുണ്ട്. രണ്ടും 2021 മോഡൽ വണ്ടികളാണ്. ഇത് നീല വണ്ടി 2022 ഹൈബ്രിഡ്, ഇത് 2021 വണ്ടി. ഇതൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഒരു 60 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2021 വണ്ടി. ഇത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു 65 രൂപയ്ക്ക് ലാസ്റ്റ് നമുക്ക് ഹൈബ്രിഡ് വണ്ടി 2020 10 രൂപ മതി, ചെറിയ എമൗണ്ടുകൾ മതി. ഡിയോ ഡീലക്സ് വരുമ്പോഴത്തേന് 2021 മോഡൽ 2021 മോഡൽ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞോട്ട് അതെല്ലാം ഒരു 60 രൂപ റേഞ്ചിനകത്ത് നമുക്ക് ഈ വണ്ടികളെല്ലാം നമുക്ക് കൊടുക്കാം. ഡിയോയുടെ ഡീലക്സ് വണ്ടി അടുത്ത വരുന്ന 2000 വരുന്ന റേസ് എഡിഷൻ വണ്ടി 2020 വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോൾ ഒരു 59 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 59 രൂപയ്ക്ക് കൊടുക്കാം. 2018 മോഡൽ എൻഡോർക്ക് ഒരു 5000 രൂപ എടുക്കാൻ പറ്റുന്ന നോർമൽ വണ്ടി ഒരു 45 രൂപ 45 രൂപയ്ക്ക് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2018 ആണെന്ന് പറഞ്ഞ് നമ്മൾ മോഡൽ നോക്കേണ്ട കാര്യമില്ല. വണ്ടി ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയായിരിക്കും. വണ്ടിക്കകത്ത് അങ്ങ് ഒരു കാര്യങ്ങളും ഇല്ല. സ്പെഷ്യൽ എഡിഷൻ ആക്റ്റീവ 2021 മോഡൽ. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 60 രൂപയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത വണ്ടിയായിട്ട് ഇതൊക്കെ സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. മറ്റേ ഇവിടെ ബ്രൗൺ കളറൊക്കെ വരുന്നത് ഇന്നർ കവർ എല്ലാം ബ്രൗൺ കിട്ടുള്ളൂ. ആ ഒരു വണ്ടി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു 60 രൂപ 61 രൂപ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ കസ്റ്റമർക്ക് വന്നിട്ട് നമ്മൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഏതെങ്കിലുമൊക്കെ വണ്ടികളൊക്കെ ഇച്ചിരി വില കുറച്ചൊക്കെ കയറി വരും. അന്നേരം നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ അടുത്ത് നിന്നൊക്കെ വരുന്ന വണ്ടികളോ അല്ലെങ്കിൽ ഷോറൂമിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അതിനകത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഇന്ന പോലെ അങ്ങ് ഫിക്സ്ഡ് വില എഴുതി നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കുന്നത് ഇത് നമുക്കൊന്ന് കാണാൻ വേണ്ടി മോഡലിന് വേണ്ടി ഒന്ന് ജസ്റ്റ് എഴുതി ഇടുന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ വരുമ്പോൾ 2022 2 ജൂപ്പിറ്റർ ഇരിപ്പുണ്ട്. ഇത് രണ്ടും ഒരു 63 രൂപ ഒരു 62 രൂപ വെച്ച് നമുക്ക് കൊടുക്കാം. രണ്ടും 2022. ഇനി 2022 നമ്മുടെ ഇരിപ്പുണ്ട് ബ്ലാക്ക് വണ്ടി തന്നെ. അത് നമുക്ക് അപ്പുറത്ത് 62 പറയുമ്പോൾ ഇതും ഒരു 5 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ട. സീറോയ്ക്ക് കൊടുക്കുക. അപ്പൊ ഏകദേശം 5 സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. 2022 23 രജിസ്ട്രേഷൻ ഒക്കെ വരുന്ന വണ്ടികളാണ്. ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് ഇതെല്ലാം. സീറോയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. കുറച്ച് മൈലേജ് ബൈക്കുകൾ HF 2021 23 എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇതിന്റെ എല്ലാ മോഡലുകളും ഇരിപ്പുണ്ട്. 2021 ഒക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 55 രൂപ 56 60 രൂപയ്ക്കകത്ത് നിൽക്കുന്ന വണ്ടികളാണ്. 23 ആകുമ്പോഴത്തേനും ഒരു 65 രൂപ 68 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. ഇട്ടേക്കുന്ന വിലയൊന്നും നോക്കണ്ട. 75 78 അത് നോക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ല, നമ്മൾ മാക്സിമം വില കുറച്ചിട്ട് മാക്സിമം വണ്ടികൾ ഇറക്കുക. കാരണം നമ്മുടെ ഇപ്പോഴും ചെറിയ കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ ഇച്ചിരി ഫ്ലോപ്പായി നിന്നിട്ട് ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഉള്ള കാര്യം തുറന്നു പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ നമ്മളുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ ഇരിക്കേണ്ടത് നമ്മൾ തന്നെ ഇരിക്കണമെന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം അത് തന്നെയാണ്. അടുത്ത വരുന്നത് 2021 പാഷൻ പ്രോ വരുന്നുണ്ട്. പാഷൻ പ്രോ നല്ല ക്ലീൻ വണ്ടികളാണ് ഇതെല്ലാം കാണിക്കുന്നത്. നമ്മൾ വണ്ടിയുടെ കണ്ടീഷൻ ഒന്നും പിന്നെ എടുത്ത് പറയാത്തത്. വണ്ടി എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. 57,000 രൂപ ഇട്ടേക്കുന്ന വണ്ടി നമുക്ക് ഒരു 52 രൂപയ്ക്ക് നമുക്ക് 2021 ലാസ്റ്റ് വണ്ടി. പിന്നെ പാഷൻ പ്രോ ഡിസ്ക് ബ്രേക്ക് കൂടെ വരുന്ന മോഡൽ, 1 വർഷം ഡിസ്ക് ബ്രേക്ക് വരുന്ന മോഡലാണ്. ഇത് വരുന്ന പഴയ മോഡൽ വണ്ടി. പഴയ മോഡൽ ആഗ്രഹിക്കുന്നത് 2018 വണ്ടി നമുക്ക് ഒരു 40 രൂപയ്ക്കൊക്കെ ഫൈനൽ വണ്ടി. അത് നല്ല ക്വാളിറ്റി i3s ഒക്കെ വരുന്ന നല്ല വണ്ടിയാണ്. ഒന്നും ചെയ്യാനില്ല. 2023 ലോ കിലോമീറ്റർ വരുന്ന ഷൈൻ നോക്കുന്നവർക്ക് വണ്ടിയാണ്. മൈലേജും കാര്യങ്ങളും എല്ലാം ഹോണ്ടയുടെ വണ്ടി ഉപയോഗിക്കേണ്ടവർക്ക് നമുക്ക് 60 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി 2023 വണ്ടി അത് നമുക്ക് കൊടുക്കാം. 2024 വെറും 4000 കിലോമീറ്റർ ഓടിയ സ്പ്ലെൻഡർ. വെറും 4000 കിലോമീറ്റർ 4000 ഓടിച്ചിട്ടില്ല 4540 നിസ്സാരമായ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 78 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ 78,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ഏകദേശം ഒരു ഫുൾ ഫിനാൻസിന് തന്നെ അങ്ങ് കൊടുക്കാം. ലിവോ ഹോണ്ടയുടെ ലിവോ വരുന്ന 2022 23 രജിസ്ട്രേഷൻ വണ്ടി. ഇത് വരുമ്പോഴും നമുക്ക് ഒരു 65 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ ഏകദേശം ഫുൾ ഫിനാൻസ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. ഫുൾ ഫിനാൻസ് ചാകരയാണ്. അതായത് അടുത്ത വരുന്നത് SP ഷൈൻ വരുന്ന 2021 22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇത് വരുമ്പോഴത്തേക്കും നമുക്കൊരു 59,000 രൂപയ്ക്ക് ഫൈനൽ 64,000 രൂപ ഇട്ടിരിക്കുന്ന വണ്ടി 59,000 നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് 59,000 കൊടുക്കും. അല്ലാതെ വരുന്നവർക്ക് നമ്മൾ ഈ വില വീഡിയോ കണ്ടുവരുമ്പോൾ നമ്മുടെ ചാനലും ഇവരുടെ പേജും ഇവരുടെ ചാനലും എംബ്രൈഡേഴ്സ് എന്നുള്ള ചാനൽ ഏകദേശം നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാമല്ലോ. എംബ്രൈഡേഴ്സ് എന്നുള്ള ചാനലുണ്ട്. കാണിക്കാം. അതല്ല, അത് മാത്രമല്ല നമ്മുടെ ചാനലിനകത്ത് ഇപ്പൊ ഇനി വീഡിയോകൾ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ അതും ഇതേ നിങ്ങളുടെ കൂട്ടുകാരെ നിർത്തി വെച്ചിരിക്കുക. അതിനുശേഷം ഞങ്ങളും വീഡിയോ ചെയ്തിട്ടില്ല. അതിനുശേഷം എനിക്ക് ഒരു സെക്കൻഡ് പോലും എങ്ങോട്ട് തിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിപ്പോയി. എന്തായാലും വിചാരിച്ച 6-7 മാസമല്ലേ നമ്മളൊരു വീട് പണിയാൻ ഇറങ്ങിയല്ലേ. നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, വില പറഞ്ഞായിരുന്നല്ലോ. ഇത് ഏകദേശം ഒരു 60 രൂപയ്ക്ക് 58 രൂപ 60 രൂപയ്ക്കകത്ത് ഫുൾ ഫിനാൻസോട് കൊടുക്കും. 2023 മോഡൽ. ഇത് വരുമ്പോൾ 1.25 ലാസ്റ്റ് കൊടുക്കാം. ചെറിയ ലോ കിലോമീറ്റർ ഓടിയ ഡ്യുവൽ ABS വരുന്ന വണ്ടിയാണ്. വണ്ടി ABS 10-12 കുറച്ചല്ലോ. അതൊക്കെ ഓഫർ പ്രൈസ് മാക്സിമം റേറ്റുകൾ കുറച്ച് നമ്മളെ കുറച്ചാളുകൊണ്ട് കാണാറുണ്ട്. നമ്മുടെ പ്രേക്ഷകർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വില കൂടുതലാന്നുള്ള കമന്റ് ഇടിയാ വേണ്ട. നിങ്ങൾ വേണ്ടവരാണെങ്കിൽ വണ്ടി വേണ്ടവരാണെങ്കിൽ ഇവിടെ വരും. ഞാൻ തന്നില്ലെങ്കിൽ നിങ്ങൾ കയറി കമന്റ് ഇട്ടു അവിടെ പോയിട്ട് വില കൂടുതലാണെന്ന്. ഈ പറഞ്ഞ വിലയിൽ വന്ന് വണ്ടിയും കണ്ട്
പറഞ്ഞ വിലയിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, പിന്നെ ചെയ്ത് കൊടുക്കും. പിന്നെ എന്താ, തീർച്ചയായിട്ടും കൊടുക്കും. അല്ലെ പിന്നെ നമ്മളെ പറയത്തില്ലല്ലോ, പറയുന്ന കാര്യം ചെയ്യാനല്ലേ പറയുന്നത്. MT-15 2021 വണ്ടി 1,28,000 രൂപയ്ക്ക് കൊടുക്കാം. 1,30,000 ഫിനാൻസും കൊടുക്കാം. 2,000 രൂപയും കൊടുത്ത് വണ്ടിയും കൊടുത്ത് വിടുന്നത്. സീറോ ഡൗൺ പേയ്മെന്റ് ഡോക്യുമെന്റ് പക്ക ആയിരിക്കണം. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വേണം. പിന്നെ സിവിൽ എടുത്തിട്ട് മുടക്കി കുഴച്ചിട്ടേക്കുന്നതാണെങ്കിൽ അവർ നോക്കത്ത പോലും ഇല്ല. കാരണം ഇപ്പം മറ്റേ ബൈക്ക് ബസാർ ഒന്നും ഇല്ല. അവർ ബൈക്ക് ബസാറൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പം പൊട്ടിപ്പോയിട്ടുണ്ട്. അവരിപ്പം ഫിനാൻസ് നിലനിൽക്കുന്ന ആൾക്കാർ വളരെ സൂക്ഷിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് IDFC ഉണ്ട്, മാക്സ് വാല്യൂ ഉണ്ട്. 2 ഫിനാൻസ് ആണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. സ്പ്ലെൻഡർ 22 മോഡൽ 2022 മോഡൽ വണ്ടി. ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു 64,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ. 2022 ആണെങ്കിൽ 23 രജിസ്ട്രേഷൻ ഒക്കെ വരുന്ന വണ്ടികൾ തന്നെ. ഗ്ലാമർ പഴയ വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക്, അതായത് പഴയ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാർബേറ്റർ മോഡൽ ആദ്യത്തെ വണ്ടി ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി 2020 മോഡൽ 2020 വണ്ടി നോക്കി നടക്കുന്നവർക്ക്, ഇത് കഴിഞ്ഞാൽ പിന്നെ പുതിയ മോഡൽ വണ്ടിയാണ് വരുന്നത്. അത് നോക്കി നടക്കുന്നവർക്ക് ഇത് നമുക്ക് 59,000 രൂപയ്ക്ക് 2020 പഴയ മോഡൽ കാർബേറ്റർ മോഡൽ വണ്ടി, ആ വണ്ടി വേണമെങ്കിൽ 59,000 ഫുൾ ഫിനാൻസ് കൊടുക്കാം. നമുക്ക് 17 മുതൽ മാക്സ് വാല്യൂ ചെയ്യും, 18 തൊട്ട് IDFC ചെയ്യും. IDFC 17 മുതൽ ബുള്ളറ്റ് ചെയ്യുന്നുണ്ട്. 18 മുതലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് 18 മുതലാണ് ഫിനാൻസ് വരുന്നത്. അപ്പൊ ബാക്കില് കുറച്ച് വണ്ടികളുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് തരാം. അപ്പോ നമ്മള് ഗോഡൌണില് വണ്ടികൾ കുറച്ച് കുറവായതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി. ഗോഡൌണിൽ വണ്ടികൾ ഇരിപ്പുണ്ട്, പക്ഷേ നമ്മൾ അത് ഫുള്ള് സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് കാണിക്കാം തൽക്കാലത്തേക്ക്. അടുത്ത വീഡിയോക്ക് ഫുൾ വണ്ടിയായിട്ട് അങ്ങ് കാണിക്കാം. ഒരു സെറ്റപ്പ് സാധനം ഇരിക്കുന്നുണ്ട്. 2018 മോഡൽ ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട്. ഇതിപ്പോ വന്നതേ ഉള്ളൂ വണ്ടി. അതുകൊണ്ട് കുറച്ച് വർക്ക് പോളിഷ് കാര്യങ്ങള്, പിന്നെ ഈ സൈലൻസർ ഒക്കെ വേറെ ഒറിജിനൽ ഇരിപ്പുണ്ട്, അതെല്ലാം വെച്ച് കൊടുക്കാം. 66,000 കിലോമീറ്റർ ആണോ? 66,000 കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ. അത് കിലോമീറ്ററിനകത്തൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പം നമുക്ക് വരുന്നത് നമുക്കൊരു 1,10,000 നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1,10,000 നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2018 വണ്ടി, ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടി. ഏകദേശം എന്റെ ഒരു കണക്കൂട്ടിൽ ഒരു 1.5 വരെയൊക്കെ ഫിനാൻസ് വീഴുന്ന വണ്ടി. 5 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. നമ്മൾ ഇങ്ങോട്ട് ബാക്കിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ഷോറൂം കണ്ടീഷൻ വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. നോക്കാനില്ല. പിന്നെ ഇതിനകത്തൊക്കെ RC ഒക്കെ നല്ല ഓഫറുള്ള വണ്ടികൾ കിടപ്പുണ്ട്. കാണിക്കുന്നതായിരിക്കും ഇത് 2022 വണ്ടി നമ്മൾ പറഞ്ഞ കൊണ്ട് തന്നെ ഒരു 61 രൂപ 62 രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 18,000 കിലോമീറ്റർ വണ്ടികൾ തന്നെ ഇരിക്കുന്നത്. 2021 2021 റേസ് എഡിഷൻ വണ്ടി തന്നെ ഇരിപ്പുണ്ട്. ഇത് വരുമ്പോഴും ഒരു 62 രൂപ 63 രൂപ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു 10 രൂപ താഴെ 5 രൂപ 6 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇറക്കാം. ഇതൊക്കെ നല്ല ഇതായിരിക്കണം, ട്രാക്ക് നല്ലതായിരിക്കും. വണ്ടികൾ ഇപ്പൊ നമുക്കൊരു 10-15 റേഞ്ചിൽ ഇറക്കാം. 10 രൂപ ഉണ്ടെങ്കിൽ മിക്ക 99% വണ്ടികൾ ഇറക്കാം. പിന്നെ ചില വണ്ടികളൊക്കെ ഫുൾ എമൗണ്ട് ഫിനാൻസ് കിട്ടും. പിന്നെ ചില പറഞ്ഞോണ്ട് കസ്റ്റമർക്ക് ഏതെങ്കിലും ഒക്കെ പ്രൂഫുകൾ കുറവാണ്, അല്ലെ IDFC-ലോട്ടൊക്കെ പോവുകയാണെങ്കിൽ മാത്രം ഡൗൺ പേയ്മെന്റ് അതിൽ വ്യത്യാസം വരുന്നുണ്ട്. 3 DO വരുമ്പോൾ 2022, 2021, 2019 BS4 നോക്കുന്നവർക്ക് നല്ല ക്ലീൻ വണ്ടി. അതിന്റെ റേറ്റ് തുടങ്ങാം. 2022 വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് 65 രൂപയ്ക്ക് കൊടുക്കാം. 2021 വണ്ടി വരുമ്പോഴത്തേന് 60 രൂപയ്ക്ക് കൊടുക്കാം. 60,000 രൂപ. 2019 വണ്ടി വരുമ്പോൾ 55 രൂപയ്ക്ക് കൊടുക്കും. 19 വണ്ടി റയറായിട്ട് അപ്പൊ വണ്ടി ഇല്ല. ഈ 2019 വണ്ടി ഒന്നും ആരും അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല. ഒരുവിധപ്പെട്ടവരൊക്കെ തട്ടി തൂത്തം കൊണ്ട് നടക്കുക. കാശ് വരുമല്ലോ. മറ്റേ നോക്കുമ്പോൾ ആൾക്കാർ സെൻസറാ ഇനി എല്ലാം സെൻസറാ വരുന്നത്. എന്നിരുന്നാൽ പോലും 2019 വണ്ടിക്ക് പ്രത്യേക ഐശ്വര്യമാണ് ആൾക്കാർ പറയുന്നത്. ഇതൊക്കെ ഒരു 5 രൂപ ഡൗൺ പേയ്മെന്റ്. ഇതെല്ലാം നമുക്ക് ഒരു 5 രൂപ 6 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇറക്കാം. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കൺഫേം നോക്കാനൊന്നുമില്ല. ഡോമിനോർ 250 ഡോമിനോർ നല്ലൊരു കിളി വണ്ടി കേട്ടോ. 2021 വണ്ടി, നല്ല കിണ്ണം കാച്ചിയ വണ്ടി. ഇത് നമുക്ക് വരുമ്പോഴത്തേനും ഒരു 1.35 നമുക്ക് 2021, 22 രജിസ്ട്രേഷൻ വരുന്ന നല്ല 250 വണ്ടിയാ. ബ്ലാക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് 1.35 കൊടുക്കാം. ഇത് നമ്മളൊരു നല്ലൊരു ഓഫർ. RC 125 2020 മോഡല് നല്ലൊരു ഓഫർ ഉണ്ട്. റെഡി ക്യാഷിന് എടുക്കണം. 3ാമത്തെ ഓണർഷിപ്പ് ആണ്. ഫിനാൻസോ കാര്യങ്ങളോ കിട്ടത്തില്ല. ഇത് വരുമ്പോഴത്തേനും നമുക്ക് 62,000 രൂപയ്ക്ക് നമ്മൾ ഫൈനൽ 2020 വണ്ടി കൊടുക്കും. നമുക്ക് 2021 അവിടെ ഇരിക്കുന്നത് 1.25 പക്ഷെ ഈ വണ്ടി ഇതിനകത്ത് സ്പീഡോമീറ്റർ കംപ്ലൈന്റ് ഉണ്ട്. സ്പീഡോമീറ്റർ കംപ്ലൈന്റ് ഉണ്ട്. 7,500 രൂപ നമുക്ക് സ്പീഡോമീറ്റർ ശരിയാക്കുന്നതിനാവും. നമ്മളത് മാറ്റി കൊടുക്കുക? ഇല്ലാതെ അവർ മാറ്റണം. ഞാൻ അത്ര ഓഫറിന് ഇട്ടിരിക്കുന്നത്. 3ാമത്തെ ഓണർഷിപ്പ് ആണ്. ഉപയോഗിക്കുന്നവർക്ക് വേറെ ഓണർഷിപ്പ് മാറിയെന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ സ്പീഡോമീറ്റർ മാറേണ്ടവർക്ക് മാറാം. ബാക്കിയെല്ലാം അതിന്റെ ഡിജിറ്റ് ഇച്ചിരി മങ്ങലുണ്ട്, അത്രേ ഉള്ളൂ. അടുത്ത 2021 125 NS. ഇത് വരുമ്പോഴത്തേനും നമുക്കൊരു 78 രൂപയ്ക്ക് നമുക്ക് കൊടുക്കുക. 10 രൂപ വേണ്ട. ഫുൾ എമൗണ്ട് ഫുൾ ഫിനാൻസ് ഫുൾ എമൗണ്ടിന്റെ കളിയേ ഉള്ളൂ. 2021 മോഡൽ 125 പൾസർ എന്ത് വില കൊടുക്കും? ഇത് വരുമ്പോൾ 59 രൂപയ്ക്ക് കൊടുക്കാം. 59,000 ഇപ്രാവശ്യം എല്ലാവർക്കും വണ്ടി കൊടുത്തിട്ടുള്ള പരിപാടി. 24 മോഡൽ 2024 മോഡൽ കിലോമീറ്റർ 7,740 കിലോമീറ്റർ. എന്ത് വില? 2024 വണ്ടി. പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരു നേരെ പോലെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. 65 രൂപയ്ക്ക് കൊടുത്തരാം. 65,000 രൂപയുടെ നല്ല മൈലേജ് ഇടുന്നുണ്ട്. 1 ആണ്. ഒരു ചെറിയ സ്ക്രാച്ചസ് പോലും വീണിട്ടില്ല. അതേ കണ്ടീഷനിൽ തന്നെ ഇരിക്കുക. ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന് കൂട്ടാനിരിക്കുക. ഇനി ഇത് പോളിഷും കാര്യങ്ങളും ചെയ്താൽ കൊടുക്കും. അടുത്ത വരുന്നത് നമുക്ക് ഗ്ലാമർ പാഷൻ പ്രോ
സോറി പാഷൻ പ്രോ 2021 മോഡൽ 55 രൂപ 55 രൂപയ്ക്ക് കൊടുക്കുക കൊണ്ടോട്ടെ. ഗ്ലാമർ വരുന്നത് 2022 മോഡൽ 21 മോഡൽ 55 രൂപയ്ക്ക് അതും കൊടുക്കും. 55 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. 2023 മോഡൽ HF ഡീലക്സ് കൊടുക്കാം 68 രൂപയ്ക്ക് കൊടുക്കാം. 68 2023 24 രജിസ്ട്രേഷൻ ഉണ്ട് വണ്ടി. 68 രൂപ കൊടുക്കാം. അത് ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഇതൊക്കെ ഒരു 5 രൂപ ഒക്കെ മതി. അടുത്ത് വീണ്ടും 23 മോഡൽ സ്പ്ലെൻഡർ റെഡ് സ്റ്റിക്കർ ഒക്കെ വരുന്ന മോഡലാ. റെഡ് ഇതൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ ഇട്ടിരിക്കുന്ന വിലയൊക്കെ ഇച്ചിരി കൂടുതലാണ്. എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഇട്ടിരിക്കുന്നത് ഒരു 75 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. 2023 വണ്ടിയൊക്കെ 75 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുത്തു വിടാം. അത് ഏകദേശം ഒരു അത്യാവശ്യം ഫിനാൻസും കാര്യങ്ങളും ഒക്കെ അതിനടുത്ത് തന്നെ കിട്ടുന്ന വണ്ടികളാണ്. ഇനിയിപ്പോ ഏതെങ്കിലുമൊക്കെ വരാനുണ്ടോ? ഇനിയിപ്പോൾ അവിടെ ഗോഡൗണിലോട്ട് പോയി എടുക്കാൻ വേണ്ടി അവിടെ വണ്ടി ഒരു 10-15 വണ്ടിക്ക് അടുത്തുള്ളൂ. അതിനുവേണ്ടി അവിടെ മെനക്കെടേണ്ട കാര്യമില്ല. എന്നാലും അത് നമുക്ക് അടുത്തൊരു വീഡിയോക്കകത്തോട്ട് ഉൾപ്പെടുത്താം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നുള്ളതും നമ്മളിവിടെ ഇല്ലാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും പരിഹരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ എന്റെ ഡയറക്റ്റ് എന്നെ വിളിക്കുക. ഞാൻ എന്റെ കയ്യിൽ തന്നെ ഫോണുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിച്ചു കൊടുക്കും. അതുകൊണ്ട് ഇതൊരു എന്താണ് ഒരു ക്ഷമ ചോദിപ്പായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെയുള്ള സ്റ്റാഫുകളെല്ലാം ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് പിന്നെ ഇവിടെ ഒരു സ്ഥാനമില്ല. നമുക്ക് കസ്റ്റമറും നമ്മുടെ പ്രസ്ഥാനം കഴിഞ്ഞുള്ള കാര്യങ്ങളുള്ളത് ആദ്യം ഒഴിവാക്കി സ്റ്റാർട്ട് ചെയ്തു. വേറെ സ്റ്റാഫിന് ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലൊക്കാലിറ്റിയിൽ വരട്ടെ ആവശ്യമുണ്ടോ? നമുക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയാറുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ല കരുനാഗപ്പള്ളി പുത്തൻതെരുവ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ ലൊക്കാലിറ്റിയുള്ള ആർക്കെങ്കിലും ജോലി ആവശ്യം കൊല്ലം ജില്ലയാണ് നമ്മുടെ കടയുള്ളത്. കരുനാഗപ്പള്ളി എന്ന സ്ഥലത്ത് പുതിയകാവിനും പുത്തൻതെരുവിനും ഇടയ്ക്ക് നമ്മുടെ ഷോറൂം വരുന്നത്. നമ്മുടെ സഹോദര സ്ഥാപനം ഉള്ളത് പുതിയകാവിന് കുറച്ച് മുന്നോട്ട് മാറി ആ താജ്മഹൽ പള്ളി അടുത്താണ് നമ്മുടെ സഹോദര സ്ഥാപനം ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ ഷോറൂമിൽ വരണമെങ്കിൽ എംബ്രൈഡേഴ്സ് എന്നാണ് ഷോറൂമിന്റെ പേര്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പുതിയകാവ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡും നമ്മുടെ കായംകുളം ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് പുത്തൻതെരുവ് ജംഗ്ഷൻ അതായത് പുതിയകാവ് എത്തുന്നതിന് മുമ്പ് 100 മീറ്റർ മുന്നേ റൈറ്റ് സൈഡുമാണ് നമ്മുടെ ഷോറൂം ഉള്ളത്. ഞാൻ ചോദിച്ചത് വേക്കൻസി ഉണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെടും. നമ്മുടെ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഈ ലൊക്കേഷനിൽ വന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മുൻഗണന ഉണ്ട്. കാരണം അവർക്ക് വന്നു പോകാനുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് 1-2 സ്റ്റാഫുകളുടെ വേക്കൻസി സെയിൽസിലേക്ക് വരുന്നുണ്ട്. സെയിൽസിലേക്ക് വരുന്നുണ്ട്. മെക്കാനിക്കായിട്ട് നല്ലപോലെ വണ്ടികളെല്ലാം പണിയാൻ അറിയാവുന്ന ഇവിടെ താമസിച്ച് പണിയാൻ താല്പര്യമുള്ളവർക്കും അതിനുള്ള ഒരു വേക്കൻസി അത്യാവശ്യം നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ലൊക്കേഷൻ ആദ്യം നമ്മൾ എടുത്ത് ഇത്രയും കാര്യം വ്യക്തമായിട്ട് പറഞ്ഞാൽ അറിയോ. കാരണം ഈ ദൂരെ നിന്നൊക്കെ വന്ന് ഡെയിലി പോയിട്ട് വരാനുള്ളത് ഇതാണെങ്കിൽ നടക്കത്തില്ല. കാരണം നമ്മുടെ ടൈമിങ്ങിന് നടക്കത്തില്ല. നമ്മൾ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 7:30 വരെയാണ് ഷോറൂം ഉള്ളത്. നേരം എപ്പം കോൾ വിളിച്ചാലും നമ്മൾ എടുക്കും. ഫോൺ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഞാൻ ഇല്ലാത്ത സമയത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ അതും പരിഹരിച്ചു തരും. അപ്പൊ നൗഷാദിക്ക അപ്പൊ നമുക്ക് ഈ അടുത്ത് തന്നെ കാണണം. നമുക്ക് അടുത്ത വീക്കോട്ട് കണ്ടിന്യൂസ് വീഡിയോ നമ്മുടെ ചാനലിലും വരും, നിങ്ങളുടെ ചാനലിലും വരും. അപ്പൊ എല്ലാ വണ്ടികളും നമുക്ക് വരുന്നുണ്ട്. 2025 വണ്ടികളുടെ തന്നെ ഒരു 10-60 വണ്ടികളും നമ്മളിപ്പോ നിലവിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാ വണ്ടികളും ഉണ്ട്. 5000 കിലോമീറ്റർ 2000 കിലോമീറ്റർ 500 കിലോമീറ്റർ ഓടിയ വണ്ടികളുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് അതായത് നോക്കട്ടെ അടുത്ത മാസം വിഷുവിന് മുന്നേ പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും അല്ലെ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായിട്ട് വീഡിയോ വരുന്ന ബൈ കൊടുത്തേക്ക്.